മക്കളെ, നമ്മള് ഓരോ പാഠവും പഠിക്കുന്നുണ്ട്. അതാരാ എഴുതിയെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. കാരണം എന്താണ്, എ പാർട്ട് ചോദ്യവും ബി പാർട്ട് ചോദ്യമായിട്ടുണ്ടാവും. അപ്പോൾ എ പാർട്ടിൽ നമുക്ക് 4 മാർക്കിനും ബി പാർട്ടിന് 1 മാർക്കിനും ചോദ്യങ്ങൾ ചോദിക്കുന്നത് മിക്കതും ഇതിൽ നിന്നൊക്കെയാണ്. അപ്പൊ ഗ്രാമശ്രീ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കവിത ഉണ്ടായിരുന്നു. അതാരാണ് എഴുതിയത്? കടത്തനാട്ട് മാധവിയമ്മയാണ്. അപ്പോ ഗ്രാമശ്രീ എന്ന കവിത എഴുതിയത് കടത്തനാട്ട് മാധവിയമ്മയാണ്. അപ്പോൾ കുമ്മാട്ടി എന്തിനെ പറ്റിയാണ് എന്ന് ചോദിച്ചാല് വിവിധ തരത്തിലുള്ള കുമ്മാട്ടിയിലെ ആചാരങ്ങള് അല്ലെങ്കിൽ അനുഷ്ഠ അതെല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ടൊരു ചോദ്യം അങ്ങനെ വരാറില്ല. പർപ്പടകപ്പുല്ല് അതൊക്കെ നമ്മൾ ചോദ്യമായിട്ട് കാണാറുണ്ട്. ഇനി വിത്തെന്ന മഹാത്ഭുതം ആരായിരുന്നു, ആരുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്? ചെറുവയൽ രാമന്റെ ആത്മകഥാംശമുള്ള ഒരു ഭാഗമാണ് വിത്തെന്ന മഹാത്ഭുതം എന്ന് വരുന്നത്. പിന്നെ ഫാത്തിമ തുരുത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫാത്തിമ തുരുത്ത് കുരീപ്പുഴ ശ്രീകുമാറാണ് എഴുതിയത്, മലയാളത്തിന്റെ പ്രിയ കവിയായ കുരീപ്പുഴ. കാടാരത് എന്ന് പറയുന്ന ഒരു ഗോത്ര കവിതയുണ്ട്, അത് എഴുതിയത് ആരാണ്? പ്രകാശ് ചന്തളമാണ്. ഗോത്ര കവിയാണ് പ്രകാശ് ചന്തളത്തിന്റെ അതിമനോഹരമായ കാടാരത്. നല്ലൊരു ചോദ്യം കൂടിയാണ് അല്ലെ, കാട് ആരതാണ് എന്നുള്ളത്. അപ്പോ ഇതാണ് പ്രകാശ് ചന്തളം. പിന്നെ അതിൽ നഞ്ചിയമ്മേനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്നുള്ളത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് ഒരു ചോദ്യമായി വന്നാൽ ചെറുകഥാ വിഭാഗത്തിലാണ് അത് പെടുന്നത്. എഴുതിയിരിക്കുന്നത് അക്ബർ കക്കട്ടിലാണ്. എന്റെ പ്രിയപ്പെട്ട കഥകൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്നുള്ളതാണ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ ഇതൊന്നും മറന്നു പോകണ്ട ട്ടാ.